എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ നിക്കാബ് ബാൻ ചെയ്തിട്ടുള്ള സർക്കുലറൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരൊറ്റ കാര്യമാണ്. അഡ്മിഷനിൽ MESലേക്ക് വരുന്ന ഒരു കുട്ടിയുടെ അഡ്മിഷന് വേണ്ടിയിട്ട് MESലേക്ക് സമീപിക്കുന്ന ഒരു കുട്ടിയുടെ മാനദണ്ഡം എന്താണ്? നിക്കാബ് ധരിക്കണോ ധരിക്കണ്ടേ എന്നുള്ള ആ കുട്ടിയുടെ അവകാശം, ആ കുട്ടിയുടെ നിക്കാബ് ധരിച്ചിട്ടുള്ള രീതി നിങ്ങൾ അതിനൊരു ക്രൈറ്റീരിയ ആയിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് മറുപടി പറയാം. ഫാത്തിമയെ താങ്കൾക്ക് അറിയായിരിക്കും. ഫാത്തിമ അത് രസമുണ്ട്. ഇങ്ങനത്തെ കഥാപാത്രങ്ങളാണ് വിചിത്ര കഥാപാത്രങ്ങൾ. ഇവര് ആ കുട്ടിയെ നോക്കുക, അവര് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് അവരെ മുഖമൊക്കെ കാണിച്ച് രാഷ്ട്രീയത്തിലും അല്ലാതെയൊക്കെ അവർ നടക്കുന്നുണ്ട്. എന്നിട്ട് അവരെന്താ പറയണമെന്നറിയോ? മറ്റവർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നു. ഞാൻ പറഞ്ഞ വെച്ചാലേ ഏത് മറ്റവരെ മുഖം മറക്കാൻ വേണ്ടിയിട്ട് വാദിക്കുന്നു. ഇത് ഹിപ്പോക്രസിയാണത്. കാപട്യം തന്നെയാണത്. കാപട്യം തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. MSFന്റെ നേതാവ് കൂടിയാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഇങ്ങനത്തെ കഥാപാത്രങ്ങളാണ് വിചിത്ര കഥാപാത്രങ്ങൾ. ഇവര് ആ കുട്ടിയെ നോക്കുക, അവര് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് അവരെ മുഖമൊക്കെ കാണിച്ച് രാഷ്ട്രീയത്തിലും അല്ലാതെയൊക്കെ അവർ നടക്കുന്നുണ്ട്. എന്നിട്ട് അവരെന്താ പറയണമെന്നറിയോ? മറ്റവർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നു. ഞാൻ പറഞ്ഞ വെച്ചാലേ ഏത് മറ്റവരെ മുഖം മറക്കാൻ വേണ്ടിയിട്ട് വാദിക്കുന്നു. ഇത് ഹിപ്പോക്രസിയാണത്. കാപട്യം തന്നെയാണത്. കാപട്യം തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. MSFന്റെ നേതാവ് കൂടിയാണ്. അതുകൊണ്ടൊന്നും